ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് രവി ആണെങ്കിൽ ചന്ദ്രയെയും അതുപോലെ നമ്മുടെ സുധിയെയും ഒക്കെ നിർത്തിപ്പൊരിക്കുകയാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ ഒരു 50 ലക്ഷം രൂപയും കൊണ്ടാണ് നീ നിന്റെ കാമുകിക്കൊപ്പം നാട് വിട്ടത്. പക്ഷെ നീ ആ ഒരു നാട് വിട്ട സമയത്ത് നീ ഒരു കാര്യം ചിന്തിച്ചില്ല. അച്ഛന്റെ പണത്തിനോളം അതിനെക്കാട്ടിലും മൂല്യമുള്ള ഒരു പെണ്ണിനെ നീ ഉപേക്ഷിച്ചിട്ടാണ് ഈ നാട്ടിൽ നിന്ന് തന്നെ പോയത് എന്നുള്ള കാര്യം. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കുറ്റബോധത്തിലാണ് നമ്മുടെ സുധി നിൽക്കുന്നത്. സുധി നമ്മുടെ അച്ഛന്റെ കാല് പിടിച്ച് പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പക്ഷെ അച്ഛൻ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങള്. എനിക്കൊരു ചതിവ് പറ്റിയതാണ്. എന്നോട് അച്ഛൻ ക്ഷമിക്കണമെന്ന് പറയുമ്പോഴത്തേക്കിനും ഇല്ല മോനെ, നിന്നോട് ഒരിക്കലും ഈ ഒരു അച്ഛൻ ക്ഷമിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയുടെ മുന്നിൽ വെച്ച് തന്നെ അച്ഛൻ അവന് മാപ്പ് കൊടുക്കില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി. അങ്ങനെ കാലിതുള്ളി നമ്മുടെ രവിയാണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന പാടെ തന്നെ നമ്മളെ കാണിക്കുന്നത് രേവതി ആണെങ്കിൽ ഈശ്വര അച്ഛൻ പോയിട്ട് എന്തായോ എന്തോ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അച്ഛൻ എങ്ങാനും ഇനി ഈ ദേഷ്യം മുഴുവനും അമ്മയോടും അതുപോലെ ആ ഒരു സുധിയോടും തീർക്കുമോ എന്നുള്ളൊരു പേടിയാണ് രേവതിക്കുള്ളത്. അപ്പം അവളിതാ അച്ഛനെ കണ്ട പാടെ അച്ഛ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിച്ച് അങ്ങ് അടുത്ത് ചെല്ലുന്ന പാടെ തന്നെ രവി പറയുന്നുണ്ട്, മോളെ അവളുടെ ആ ഒരു അടവ് അത് അവളുടെ കയ്യിൽ വെച്ചാ മതി. എന്നെ പറ്റിച്ച ആ ഒരു പൈസയിൽ നിന്നും എന്തെങ്കിലും ഒരു പങ്ക് അത് അവള് കൈപ്പറ്റാതെയൊന്നും ഇരിക്കുമൊന്നുമില്ല. എന്തൊക്കെ വന്നാലും അവളെയും ഇനി അവളുടെ മകനെയും ഞാൻ ഇനി ഈ വീട്ടിലേക്ക് കയറ്റില്ല എന്നുള്ള കാട്ടിനെ ശപഥം ചെയ്താണ് അച്ഛൻ വരുന്നത്. അപ്പൊ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും രേവതി പറയുന്നുണ്ട്, അച്ഛാ ഞാനത് കേട്ടതാണ് അമ്മയുടെ സംസാരം. അമ്മയ്ക്ക് അതില് എന്നെ ചതിച്ചതിൽ അമ്മയ്ക്ക് ഒരു പങ്കും ഇല്ലച്ചാ. പിന്നെ അമ്മ ഇങ്ങനെയൊക്കെ അറിഞ്ഞു കഴിയുമ്പം ഏതൊരമ്മയും പ്രവർത്തിക്കുന്നത് പോലെ തന്നെയല്ലേ ഉള്ളൂ ചന്ദ്രാമ്മയും പ്രവർത്തിച്ചത്. അപ്പം സ്വന്തം മകൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോഴത്തേക്കിനും ഏതമ്മയെ അച്ഛ കണ്ടു നിൽക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ അവരെ തിരികെ വിളിക്കണമെന്ന് രേവതി പറയാണ്. രേവതി മോളെ എന്തൊക്കെ വന്നാലും അവൻ എന്നോട് ചെയ്തത് ഓക്കെ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷേ അവൻ ആ ഒരു കതിർ മണ്ഡപത്തിൽ വെച്ച് നിന്റെ സകല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തച്ചുടച്ചുകൊണ്ടാണ് മറ്റൊരു പെണ്ണിനോടൊപ്പം പോയത്. എന്റെ ആ ഒരു പണം അത് മാത്രമായിരുന്നു അവന്റെ ആ ഒരു ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് നിന്നെ കല്യാണം കഴിക്കാമെന്നുള്ള ആ ഒരു വാഗ്ദാനം ഒക്കെ അവൻ തന്നത്. അങ്ങനെയുള്ള അവനെ എങ്ങനെ ഞാൻ ക്ഷമിച്ച് ഈ വീട്ടിൽ കയറ്റാന്നാ നീ വിചാരിക്കുന്നത്? അതുകൊണ്ട് അവൻ നിന്നോട് വന്ന് മാപ്പ് പറയട്ടെ. നിനക്ക് മനസ്സലിയാണെങ്കിൽ അച്ഛൻ ഒരു പക്ഷെ ചിന്തിക്കാന്ന് പറയാണ്. അച്ഛ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ള കാര്യം അച്ഛനൊന്ന് കേക്ക്. അച്ഛൻ അമ്മയെ തിരികെ വിളിക്ക്. അമ്മയെയും അതുപോലെ തന്നെ ആ സുധിയെ ഇങ്ങോട്ട് കേട്ടണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചന്ദ്രാമ്മയെ അച്ഛൻ തിരികെ വിളിക്കണമെന്ന് തീർത്ത് പറയാണ് രേവതി. ഞാൻ അവരെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പം രവി ആണെങ്കിൽ മറുത്തൊരു അക്ഷരം പോലും പറയുന്നില്ല. അങ്ങനെ ചന്ദ്രമതിയെ നമ്മുടെ രേവതി വിളിക്കുകയാണ്. അപ്പം രേവതി കാരണമാണ് ഈ ഒരു വിവരങ്ങളെല്ലാം നമ്മുടെ രവീന്ദ്രൻ അറിഞ്ഞത് എന്നുള്ള രവിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമ്മുടെ ചന്ദ്രമതി മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ സകല ദേഷ്യങ്ങളും ചന്ദ്രയ്ക്ക് രേവതിയോടുണ്ട്. അല്ല എന്താണ് ഇനി അടുത്തത് എന്തറിയാനാണ് ഈ വിളിച്ചതെന്നും ചോദിച്ച് ചന്ദ്രമതി രേവതിയുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. അമ്മയെയും അതുപോലെ തന്നെ അമ്മയുടെ മകനെയും അച്ഛൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അമ്മയും അതുപോലെ തന്നെ സുധിയേട്ടനും കൂടി ഇങ്ങോട്ട് വരണമെന്ന് രേവതി പറയുമ്പം എന്റെ വീട്ടിലേക്ക് ഏത് സമയം വരണം, ഏത് സമയം പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അതിന് മറ്റാരുടെയും ഒരു ശുപാർശയുടെ ആവശ്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ സുധീന്ദ്രനാണെങ്കിലോ, അമ്മ ഞാൻ എന്ത് ചെയ്യും, അങ്ങോട്ട് പോയാലോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചെന്നു കഴിഞ്ഞാൽ ഇനി അച്ഛൻ എന്നെ അങ്ങോട്ട് കയറ്റുവോ? അതുമല്ല, അതിനെക്കാട്ടിലും വലിയൊരു പ്രശ്നം ആ വീട്ടിലുണ്ടല്ലോ, മറ്റാരുമല്ല നമ്മുടെ സച്ചി തന്നെ. അപ്പൊ സച്ചി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്നെ പഞ്ഞിക്കിടുമെന്ന് സുധീന്ദ്രന് നല്ല നിശ്ചയമുണ്ട്. അങ്ങനെ അമ്മയുടെ നിർബന്ധപ്രകാരം അമ്മയും മകനും കൂടി കിട്ടിയ ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നമ്മുടെ ആ ഒരു വീടിന്റെ ഗേറ്റിന് വെളിയിൽ വന്ന് നിൽക്കുകയാണ്. നിന്ന പാടെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, നിന്റെ വീടാണ്, നീ ആരെ പേടിക്കാനാണ്? അച്ഛൻ എന്തായാലും സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ, അതുകൊണ്ട് അതിന്റെ ആ ഒരു ആഘാതമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. മോനിങ്ങ് വാന്നും പറഞ്ഞ് അമ്മ തന്റെ പൊന്നു മകനെയും കൂട്ടി ആ ഒരു വീട്ടിലേക്ക് കയറുകയാണ്. കയറുന്ന പാടെ തന്നെ രവീന്ദ്രൻ ഉമ്മറത്ത് നിൽക്കുന്നുണ്ട്. അല്ല എങ്ങോട്ടാണ്? ഇവൻ ഈ വീട്ടിനകത്ത് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്റെ മകൻ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവൻ മാപ്പ് അപേക്ഷിച്ചല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എടി ചന്ദ്രേ, എന്നോട് മാപ്പ് ചോദിച്ചത് കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവിടെ ഇവൻ ഏറ്റവും അധികം തെറ്റ് ചെയ്തത്, ആ തെറ്റിന്റെ ആ ഒരു ഫലം അനുഭവിക്കുന്ന ഒരാള് അവൾ ഈ വീട്ടിലുണ്ട്.
മറ്റെല്ലാവരുടെയും മുന്നിൽ അവളും അവളുടെ കുടുംബവും അപമാനിക്കപ്പെട്ടതിന് കയ്യും കണക്കും ഇല്ല. അതുകൊണ്ട് എൻ്റെ ആ ഒരു സച്ചിമോൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് അവളെ ആ ഒരു വലിയ അപമാനത്തിൽ നിന്നും എനിക്ക് കരകയറ്റാൻ സാധിച്ചത്. നീ നിന്റെ മകനും അവളോട് മാപ്പ് പറഞ്ഞിട്ട് അവൾ അംഗീകരിക്കുവാണെങ്കിൽ മാത്രം ഈ വീട്ടിൽ താമസിക്കാന്ന് പറയുകയാണ്. ആഹാ, എന്റെ മകനോ? അവൻ മാപ്പ് പറഞ്ഞിട്ട് ഇന്ന് അവൻ അത് നടന്നത് തന്നെയാണ്. ഇതേ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി പണി കഴിപ്പിച്ച വീടാണ്. നിങ്ങൾക്ക് വലിയ വർത്താനമൊന്നും പറയേണ്ട ആവശ്യമില്ല. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി പണി കഴിപ്പിച്ച വീടാണെങ്കിൽ അമ്മയും മകനും കൂടി എന്റെ ഒരു 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിയില്ലേ? ആ കാശ് ഇങ്ങോട്ട് വെക്ക്. അത് വെച്ചതിന് ശേഷം നീ നിന്റെ അവകാശമൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു കടം അത് എന്റെ പുന്നാര മോൻ വീട്ടിയിരിക്കും. മോനെ ശ്രുതി, നീ അത് പറയ്. നീ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുമെന്നും പറഞ്ഞ് ചന്ദ്രമതി ദാ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അങ്ങനെ സുധീന്ദ്രനാണെങ്കിൽ ദൈവമേ, ഈ 50 ലക്ഷം രൂപയൊക്കെ ഞാൻ ഈ ഒരു 6 മാസം കൊണ്ട് എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനാണെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നിവർത്തികേട് കൊണ്ട് തന്റെ അമ്മയെ പറഞ്ഞതും കൊണ്ടും അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് സുധി അകത്തോട്ട് കയറാൻ തുടങ്ങുമ്പം രേവതി എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് സുധി വീണ്ടും രേവതിയുടെ കാല് പിടിക്കാൻ ചെല്ലുകയാണ്. വലിയ മനസ്സൊന്നുമില്ല രേവതി അതാ ആ ദേഷ്യപ്പെട്ട മുഖത്തോടു കൂടി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അച്ഛൻ ഇത്രയൊക്കെ താഴ്ന്നൊക്കെ കൊടുത്തു. അച്ഛൻ തനിക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ഇവനെ പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി. അച്ഛന്റെയും അമ്മയുടെയും വിഷമമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് രേവതി ഒരക്ഷരം പോലും മിണ്ടാതെ, ഞാൻ ആരോടാ എന്ത് പറഞ്ഞാൽ ക്ഷമിക്കുക? നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് ഈശ്വരൻ ശിക്ഷ തന്നല്ലോ, അതിനപ്പുറം ഇനി ഞാൻ എന്ത് തരാനാണ് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട അവൾ അങ്ങ് കയറിപ്പോവാണ്. അപ്പൊ എന്താ രേവതി ഏകദേശം ക്ഷമിച്ച രൂപത്തിലാണ്. അങ്ങനെ അകത്തോട്ട് കയറുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ സച്ചി ആ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പൊ സച്ചി നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് ചന്ദ്രമതിയോടൊപ്പം ദാ സുധീന്ദ്രൻ നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പം എന്തായാലും അവിടെ ഒരു 1.5 പുകില് നടന്നിരിക്കും. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് നിങ്ങൾക്ക് എന്റെ അവതരണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്